ഹരേ കൃഷ്ണ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഗജാനനം ഭൂതഗണാധിസേവിതം കപിത്തജംഭോ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ. ഗുരുഃ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ദേവി നാരായണീയം ആദ്യം എടനാട് ഭഗവതിയുടെ ഒരു ധ്യാന ശ്ലോകം നമുക്കിവിടെ പ്രാർത്ഥിക്കാം. ആദ്യം ഭഗവതിയുടെ ധ്യാന ശ്ലോകം, അത് കഴിഞ്ഞ് ദശകം 1 ദേവി മഹിമ, ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം എന്നിവയും കേൾക്കാം. ദശകം 1 ദേവി മഹിമയാണ്. ശ്ലോകപാരായണത്തിന് ശേഷം ബാക്കി ഉള്ളതെല്ലാം, അതായത് പദച്ഛേദം, അന്വയം, വ്യാഖ്യാനം അവയെല്ലാം അനുസ്മരിക്കാം. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ആദ്യം എടനാട് ഭഗവതിയുടെ ധ്യാന ശ്ലോകം ഇപ്പോൾ പാരായണം ചെയ്യുന്നു. കം സസ്യോദ്ധാമവൃത്തേഃ കലുഷിതമനസഃ സോദരീ പുത്രഹന്തോർ ഹസ്താദുത്പത്യ ഭാന്തീം ദിവി വിബുധനുതാം കോടിസൂര്യപ്രകാശാം കാരുണ്യാലോലനേത്രാം മൃദുഹസിതമുഖീം മധ്യദേശസ്ഥിതാം താം ദുർഗാം ദേവീം പ്രപദ്യേ ശരണമഹമിഹ പ്രേയസേ ശ്രേയസേ ച. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്.
സ്വഭാവത്തിൽ അടക്കമില്ല, അങ്ങനെയുള്ളവൻ, മനസ്സ് കലങ്ങിപ്പോയവൻ, സ്വന്തം സഹോദരിയുടെ പുത്രന്മാരെ കൊന്നവൻ. അതാരാണ്? കംസൻ അല്ലേ? ആ കംസന്റെ കയ്യിൽ നിന്ന് മേലോട്ട് വഴുതിച്ചാടി ആകാശത്തിൽ ശോഭിക്കുന്നവളാണ് ഈ ദുർഗാ ഭഗവതി. ദേവന്മാരാൽ സ്തുതിക്കപ്പെടുന്നവളുമാണ്. കോടി സൂര്യന്മാരുടേതുപോലെ പ്രകാശിക്കുന്നവളുമാണ്. എന്നാൽ കാരുണ്യത്താൽ ഇളകുന്ന കണ്ണുകളോട് കൂടിയവളുമാണ്. മൃദുവായി മന്ദസ്മിതം തൂകുന്നവൾ. എടനാട് ദേശത്ത് വാഴുന്ന, അവിടെ അധിവസിക്കുന്ന ആ ദുർഗാ ഭഗവതിയെ ഇഹലോക സുഖത്തിനു വേണ്ടിയും പരമപദപ്രാപ്തിക്ക്, അതായത് മുക്തി, അതിനു വേണ്ടിയും ഇതാ നാം ഇപ്പോൾ ദേവീനാരായണീയം തുടങ്ങാൻ പോവുകയാണ്. ഈ ഘട്ടത്തിൽ നാം ഏവരും ആ ഭഗവതിയെ ശരണം പ്രാപിക്കുക. ഇവിടെ ശ്ലോകത്തിൽ ദുർഗാം ദേവീം പ്രപദ്യേ ശരണമഹം പ്രപദ്യേ, അവിടെ പറയുന്നുണ്ട് ദുർഗാദേവീം പ്രപദ്യേ ശരണമഹമിഹ പ്രേയസേ ശ്രേയസേ ച. ഈ ദുർഗാം ദേവീം ശരണമഹം പ്രപദ്യേ എന്നത് ദേവിയുടെ ദ്വാദശാക്ഷരി മഹാമന്ത്രമാകുന്നു. എല്ലാവർക്കും ദുർഗാ ഭഗവതിയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ. നമുക്ക് ദശകം 1 ദേവീ മഹിമ, ശ്ലോകം 1 പാരായണം. യസ്മിന്നിദം യത ഇദം യദിദം യദസ്മാദുത്തീർണരൂപമഭിപശ്യതി യത് സമസ്തം നോ ദൃശ്യത്തെ ച വചസാം മനസശ്ച ദൂരേ യദ്ഭാതി ചാദിമഹസേ പ്രണമാമി തസ്മൈ. ശ്ലോകം ഒരിക്കൽ കൂടി വായിക്കാം. യസ്മിന്നിദം യദ ഇദം യദിദം യദസ്മാദുത്തീർണരൂപമഭിപശ്യതി യത് സമസ്തം നോ ദൃശ്യത്തെ ച വചസാം മനസശ്ച ദൂരേ യദ്ഭാതി ചാദിമഹസേ പ്രണമാമി തസ്മൈ. ഇനി നമുക്ക് പദങ്ങൾ എങ്ങനെയാണ് ഛേദിക്കുക എന്ന് നോക്കാം. യസ്മിൻ ഇദം, യത് ഇദം, യത് ഇദം, അതായത് ഇദം യതഹ എന്നാണ് യത ഇദം വരിക. യത് ഇദം യദിദം. യസ്മാത് യദസ്മാദുത്തീർണ രൂപം. അപ്പോ യത്, ഇവിടെ യത് ഇദം യദസ്മാത് ഉത്തീർണ രൂപ, ഉത്തീർണ രൂപം. അഭിപശ്യതി യത് സമസ്തം നോ ദൃശ്യത്തെ ച വചസാം മനസഃ ച ദൂരേ, മനസശ്ച ദൂരേ യത് ഭാതി ച ആദിമഹസേ. ഇവിടെ 2 ഹൈഫൺ ചിഹ്നം ഇട്ടതുകൊണ്ട് ആ എന്ന് ഉച്ചരിക്കേണ്ടതാണ്. യത് ഭാതി ച ആദിമഹസേ പ്രണമാമി തസ്മൈ. ഇനി ഇതിൻ്റെ അന്വയാർത്ഥം എന്താണെന്ന് നോക്കാം. ഇദം യത്, ഇത് എന്താണ്? ഇത് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം, ഈ ജഗത്ത് ഏതൊന്നാണോ, ഇദം യതഃ, ഇത് ഏതിനാൽ നിർമ്മിതമാണോ, ഇദം യസ്മിൻ, ഇത് ഏതിൽ വർത്തിക്കുന്നുവോ, യത് അസ്മാദുത്തീർണ രൂപം, ഏത് ഇതിനപ്പുറം സ്ഥിതി ചെയ്യുന്നുവോ, യത് സമസ്തം, ഏത് എല്ലാത്തിനെയും അഭിപശ്യതി നേരിൽ കാണുകയും നോ ദൃശ്യതേച്ച സ്വയം ആരാലും കാണപ്പെടാതിരിക്കുകയും ചെയ്യുന്നുവോ, യത് വചസാം മനസശ്ച ദൂരേ,
ഏതൊന്ന് വചസാം എന്ന് വെച്ചാൽ വാക്കുകൾക്കും മനസ്സഷ്ട മനസ്സിനും അപ്പുറത്ത്, അതായത് ദൂരെ അകലത്തിൽ, ഭാതി ശോഭിക്കുക, ഭാതി ച ശോഭിക്കുന്നുവോ, തസ്മൈ ആദിമഹസേ അതിന്, ആ ആദിമഹസ്സിന് പ്രണമാമി, ഇതാ നമസ്കാരം. ഇനി ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് കടക്കാം. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ആദ്യം എന്താ വേണ്ടത്? ഇഷ്ടദേവതയെ സ്മരിക്കണം. ഇഷ്ടദേവതാ നമസ്കാരം അല്ലേ, അതല്ലേ ആദ്യം വേണ്ടത്. ഇവിടെ ഈ ഭഗവതി എന്താണ്, അല്ലെങ്കിൽ ആ ഭഗവതിയെ നമസ്കരിച്ചുകൊണ്ട്, ആ ആദി മഹസ്സിനെ നമസ്കരിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ ദശകത്തിലെ ഒന്നാമത്തെ ശ്ലോകം. ആദി മഹസ്സിനെ പ്രണമിച്ചുകൊണ്ടാണ്. യസ്മിന്നിദം യദൈദം യദിദം യദസ്മാദുത്തീർണ രൂപം അഭിപശ്യതി യത് സമസ്തം. ഇവിടെ ഉത്തീർണ രൂപം അഭിപശ്യതി. ഈ ജഗത്ത് ഏതൊന്നാണോ, ഇത് ഏതിനാൽ നിർമ്മിതമാണോ, ഇതം യഥാ ഇതം യസ്മിൻ, ഇത് ഏതിൽ വർത്തിക്കുന്നുവോ, ഇത് ഇതിനപ്പുറം സ്ഥിതി ചെയ്യുന്നുവോ, അത് എല്ലാറ്റിനെയും, യത് സമസ്തം അതാണ് എല്ലാറ്റിനെയും സകലതിനെയും, അഭിപശ്യതി നേരിൽ കാണുകയും, നോ ദൃശ്യതേച സ്വയം ആരാലും കാണപ്പെടാതിരിക്കുകയും ചെയ്യുന്നുവോ, യത് വചസാം മനസശ്ച ദൂരേ വാക്കുകൾക്കും മനസ്സിനും അപ്പുറത്ത് അകലത്തില് ശോഭിക്കുന്നു. അങ്ങനെ തന്നെയല്ലേ? അസ്പഷ്ടം ദൃഷ്ടമാത്രേ എന്ന് ഭട്ടതിരിപ്പാട് തൻ്റെ ആദ്യത്തെ ശ്ലോകത്തില് നാരായണീയത്തില് പറയുന്നുണ്ട് അല്ലേ. അതുപോലെ ഇവിടെയും പറയുന്നു, നേരിൽ കാണുകയും എല്ലാറ്റിനെയും അഭിപശ്യതി എന്നാൽ സ്വയം ആരാലും കാണപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ആ ആദിമഹസ്സിനെ, മഹസ് എന്നാൽ എന്താണ്? തേജസ്, പ്രകാശം, കിരണം, ആദിമമായ തേജസ്, അതാണ് ആദിമഹസ്. പറയുന്നുണ്ട്, ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ശബ്ദത്തെ. അപ്പോ യോഗീശ്വരന്മാര്, സർവസംഘ പരിത്യാഗികളായിരിക്കുന്ന ഋഷീശ്വരന്മാർക്ക് അനുഭവമായിട്ട്, അനുഭൂതിയായിട്ട് ഈ പ്രകാശം എല്ലായ്പ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ആദിമഹസ്സിനെ പ്രണമിച്ചുകൊണ്ടാണ് ഈ കൃതി തുടങ്ങുന്നത് എന്ന് പറഞ്ഞു അല്ലേ. ആദിമഹസ് എന്താണ്? മഹസ് എന്ന് പറയുമ്പോൾ തേജസ്. ആദിമഹസ് ആദിമമായ, അതായത് ആദ്യം ഉണ്ടായിട്ടുള്ള ആ തേജസ്, അതാണ് ആദിമഹസ്. ബ്രഹ്മം, ആത്മാ എന്ന പദങ്ങൾ കൊണ്ടൊക്കെ ഏതൊന്നിനെ വേദാന്ത ശാസ്ത്രം വിവക്ഷിക്കുന്നുവോ അതുതന്നെയാണ് ഈ ആദിമഹസ്. യോഗീശ്വരന്മാർക്ക് തേജോരൂപമായിട്ടാണ് അത്രേ ഈ ആദിമഹസ്സിനെ അനുഭവപ്പെടുക എന്ന് പറയുന്നു. ഇനി ആദിയിൽ ഈ പ്രകാശം മാത്രമേ ഉള്ളൂ. ഏകവും അദ്വയവുമായ ഈ തേജസ് മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നും ഒരു രൂപം കൊണ്ടുവന്നതാണ് ദൃശ്യമായിട്ടുള്ള ഈ ജഗത്ത് എന്നും പറയണം. അതായത് അതിൽ നിന്നും പൊട്ടിപ്പടർന്ന് രൂപം കൊണ്ടുവന്നതാണ് നാം ഈ കാണുന്ന ഈ ജഗത്ത്. അപ്പോ ഇതിൻ്റെ കർത്താവും കരണവും അധിഷ്ഠാനവും എല്ലാം എന്താണ്? ഈ ആദിമഹസ് തന്നെ. നമ്മൾ ചിലപ്പോ ഗാന്ധികളുടെ ഒരു കയറിനെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്
എന്താണത്? ഇരുട്ടത്ത് കിടക്കുന്ന ഒരു കയറ്. ആ കയറിനെ നമ്മൾ പാമ്പായിട്ട് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ആ കയറിനെ നമ്മൾ പാമ്പിനെ അവഭാസിക്കുന്നു, പാമ്പിനെ നമ്മൾ പാമ്പായിട്ട് കൽപ്പിക്കുന്നു, പാമ്പാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇവിടെ പാമ്പുണ്ടോ? ഇല്ല, അത് കയറാണ്. പക്ഷേ നമ്മൾ വിചാരിക്കുകയാണ് അത് പാമ്പാണെന്ന്, അല്ലേ? ഈ പാമ്പിന്റെ കർത്താവും കരണവും അധിഷ്ഠാനവും ഒക്കെ എന്താണ്? ഈ കയറാണ്. കയറില്ലെങ്കിൽ പാമ്പില്ല. ഈ കയറിനെ നമ്മൾ പാമ്പാണെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയല്ലേ? അങ്ങനെയാണ്, അല്ലേ? അത് ഏതുവരെ നാം വിചാരിക്കും? കയറ് ഇരുട്ടത്ത് കിടക്കുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് അത് പാമ്പാണ് എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ അത് പാമ്പാണോ? അല്ല. എന്നാൽ യഥാർത്ഥമായ പ്രകാശം എപ്പോഴാണ് ഉദിച്ചുയർന്നു വരുന്നത്? ആ പ്രകാശം ആ കയറിൽ പ്രകാശിക്കും, അല്ലേ? അതോടുകൂടി അവിടെ പാമ്പില്ലാതെയാവുന്നു, കയർ മാത്രമാവുന്നു. അപ്പോൾ നമ്മൾ ഇരുട്ടത്തൊരു കയറ് കാണുമ്പോൾ നമ്മുടെ വിചാരമാണ് അത് പാമ്പാണെന്ന്. പക്ഷേ അത് പാമ്പല്ല. അതിൽ പ്രകാശം വരുന്നതോടുകൂടി നമുക്ക് മനസ്സിലാകുന്നു അത് ഒരു കയറാണ് എന്ന്. അങ്ങനെയാണ് ആദിമഹസ്സിൽ ഈ ജഗത്തിനെ ആരോപിക്കപ്പെടുന്നത്. കയറിൽ നിന്ന് അന്യമായ ഒന്നുമില്ല. ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരീയ ചൈതന്യം, അത് ഭഗവതിയാവട്ടെ ഭഗവാനാവട്ടെ, ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് വിളിക്കാം, നമുക്ക് അനുമാനിക്കാം. ഭഗവതി ആണെങ്കിൽ ഭഗവതി, ഭഗവാനാണെങ്കിൽ ഭഗവാൻ. അപ്പോൾ ആദിമഹസ്സിൽ നിന്ന് അന്യമായ ഒന്നും ആരോപിതമായ ഈ ജഗത്തിൽ ഇല്ല. വലുപ്പത്തിൽ കയറും പാമ്പും സമാനമാണ്. പക്ഷേ ഈ ആദിമഹസ്സും ഈ ജഗത്തും സമാനമല്ല, ഒരുപോലെയല്ല. ഈ ആദിമഹസ്സിന്റെ 1/4 ഭാഗം മാത്രമേ ജഗത്തായി അനുഭവപ്പെടുന്നുള്ളൂ. 3 ഭാഗം ദിവ്യമായി തന്നെ വർത്തിക്കുന്നു എന്നാണ് പുരുഷ സൂക്തത്തിന്റെ പ്രഖ്യാപനം. നമ്മൾ ഒരു 5 അടി നീളമുള്ള കയർ, അതിനെ നമുക്ക് കാണുമ്പോൾ 5 അടി നീളമുള്ള പാമ്പ് പോലെ തോന്നും. ഇരുട്ടത്താണ് കാണുന്നത്, അപ്പോൾ അത് 5 അടി നീളമുള്ള ഒരു പാമ്പാണെന്ന് തോന്നും, ഇല്ലേ? അപ്പോ ആദിമഹസ്സിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഈ ലോകമായി കാണുന്നത്. 1/4 എന്നൊക്കെയാണ് വേദാന്തികളൊക്കെ ഇതിനെക്കുറിച്ച് പറയാറുള്ളത്. 1/4 മാത്രം ജഗത്തായിട്ട് കാണപ്പെടുന്നു, ബാക്കിയുള്ള 3 ഭാഗവും ദിവ്യമായി തന്നെ വർത്തിക്കുന്നു. പുരുഷ സൂക്തം മന്ത്രം 3 ഉത്തരാർദ്ധത്തിൽ എന്താ പറയണമെന്ന് വെച്ചാൽ, പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി. ഈ വസ്തുത തന്നെയാണ് ഈ ശ്ലോകത്തിൽ, 1-ാമത്തെ ശ്ലോകത്തിലെ യദസ്മാത് ഉത്തീർണ രൂപം എന്ന പ്രയോഗം കൊണ്ട് സൂചിപ്പിക്കുന്നത്. യദസ്മാത് ഉത്തീർണ രൂപം എന്നുള്ളത് ഈ വസ്തുതയെ നമുക്ക് മുന്നിൽ പ്രകാശിപ്പിക്കുന്നതാണ്. അപ്പോൾ ആദിമഹസ് ഇന്ദ്രിയങ്ങളുടെ സഹായം കൂടാതെ, ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും ഒന്നും സഹായമില്ലാതെ എല്ലാത്തിനെയും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിനെ കാണാൻ ആർക്കും സാധിക്കില്ല. അത് ഗുണാതീതമാണ്, മനസ്സിനും വാക്കിനും അതീതമാണ്. മനസ്സും വാക്കും ഗുണമയമാണ്. അത് മഹസ്സിലേക്ക്, അത് മനസ്സും വാക്കും ഗുണമാകിയാൽ അവ മഹസ്സിലേക്ക് എത്തുന്നതുമില്ല. വാക്കിനും മനസ്സിനും അപ്പുറമായിട്ടുള്ളത്, മനസ്സുകൊണ്ട് സങ്കല്പിക്കാനോ വാക്കുകൊണ്ട് വർണ്ണിക്കാനോ സാധിക്കാത്തതാണ് ഈ ആദിമഹസ്. ആദിമഹസിനെ നമുക്ക് സങ്കല്പിക്കാൻ, മനസ്സുകൊണ്ട് സങ്കല്പിക്കാനും പറ്റില്ല, വാക്കുകൊണ്ട് വർണ്ണിക്കാനും കഴിയില്ല. അതാണ് ഈ ആദിമഹസ്. ഇതിനെ കണ്ണിന്റെ കണ്ണ്, മനസ്സിന്റെ മനസ്സ് എന്നൊക്കെയാണ് ഉപനിഷത് മന്ത്രങ്ങളൊക്കെ വിവരിക്കുന്നത്. ആ
കണ്ണിന്റെ കണ്ണ്, മനസ്സിന്റെ മനസ്സ്, അല്ലെങ്കിൽ അകക്കണ്ണ്, ഉൾക്കണ്ണ്, നമ്മൾ പറയില്ല അകക്കണ്ണ് എന്നൊക്കെ പറയും. അകക്കണ്ണ് തുറക്കുക. നമ്മൾ ഗുരുവായൂരൊക്കെ പോകല്ലേ, അല്ലെങ്കിൽ ഏത് അമ്പലങ്ങളിൽ പോയാലും നമ്മൾ ഭഗവാന്റെയോ അല്ലെങ്കിൽ ആ ഭഗവതിയുടെയോ ആ വിഗ്രഹത്തിന്റെ അവിടെ നമ്മൾ നിന്ന് പ്രാർത്ഥിക്കുകയായിരിക്കും. നമ്മൾ കൈകൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടച്ചുകൊണ്ടായിരിക്കും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോ എന്താ നമ്മൾ കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്? കാരണം എന്താ? ഈ കണ്ണുകൾ അടയ്ക്കുമ്പോൾ അറിയാതെ നമ്മുടെ ഉൾക്കണ്ണ് തുറക്കും. അതിലൂടെ മാത്രമേ നമുക്ക് ഈശ്വരനെ അറിയാൻ അല്ലെങ്കിൽ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. മനസാം മനസശ്ചദൂരേ, വാക്കുകൾക്കും മനസ്സിനും അപ്പുറത്താണ് യദ്ഭാതി, പ്രകാശിക്കുന്നത്. ആ ആദിമഹസ്സിനെ നമുക്ക് വർണ്ണിക്കാനൊന്നും പറ്റുകയില്ല. വാക്കിനും മനസ്സിനും അപ്രാപ്യവും അതേസമയം സർവകാരണവും സർവാശ്രയവുമായ ഈ ആദിമഹസ്സിന്റെ അനുഗ്രഹം, അത് നമുക്ക് ഏവർക്കും ലഭിക്കണമെങ്കിൽ നാം ആ ആദിമഹസ്സായിരിക്കുന്ന ആ അമ്മയുടെ ആ വിഗ്രഹത്തിന്റെ അല്ലെങ്കിൽ ആ ചൈതന്യത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ കൈകൾ കൂപ്പി കണ്ണടച്ച് നിന്നുകൊണ്ട് നമ്മുടെ ഉൾക്കണ്ണുകൊണ്ട് നമ്മൾ ആ അമ്മയെ കാണണം. നമ്മുടെ ഉൾക്കണ്ണ് തുറക്കണം. അകക്കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ അത് നമുക്ക് ആസ്വദിക്കുവാനോ അല്ലെങ്കിൽ നമുക്കത് എന്താണെന്ന് മനസ്സിലാക്കുവാനോ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള അമ്മയുടെ ആ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നാം കണ്ണടച്ചുകൊണ്ട് ആ അമ്മയുടെ ആ ജഗത് മാതാവിൻ്റെ രൂപത്തെ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് കണ്ണടച്ച് അകക്കണ്ണ് തുറന്നുകൊണ്ട് നാം പ്രാർത്ഥിക്കണം. അപ്പോൾ അമ്മ അനുഗ്രഹിക്കും. അതാണ്, ആ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഏതു കാര്യവും യഥോചിതം നിർവഹിക്കപ്പെടുകയുള്ളൂ എന്ന് ഇവിടെ ഗ്രന്ഥകർത്താവും ദൃഢമായി വിശ്വസിക്കുകയാണ്. നമുക്കും അപ്രകാരം തന്നെ വിശ്വസിക്കാം. ഒന്നാമത്തെ ശ്ലോകത്തിൽ ആദിമഹസ്, ആ ആദിമഹസ് പ്രണമിച്ചുകൊണ്ടാണ് ഈ കൃതി, ഒന്നാമത്തെ ഈ കൃതിയിൽ ദശകം 1 പ്രത്യേകം വിവരിച്ചിരിക്കുന്നത്. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ.